ഹായ് ഓൾ, നമ്മൾ ഈ സെമിസ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പേപ്പറാണ് ഡി ബി എം എസ്. ഡി ബി എം എസ് സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പം നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഡി ബി എം എസ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ഡി ബി എം എസ്. ഡി ബി എം എസ് അതായത് ഡേറ്റാബേസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻഫർമേഷൻസിനെയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. ഈ യൂണിവേഴ്സിൽ ഏത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും ആ ആപ്ലിക്കേഷനിൽ എന്തുണ്ടാവും, ഡേറ്റാസ് ഉണ്ടാവും. ആ ഡേറ്റാസിന് എന്ത് ചെയ്ത് വെക്കണം, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാനെ റിട്രീവ് ചെയ്യണം. ആ റിട്രീവ് ചെയ്ത ഡേറ്റയിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് നടത്തണമെങ്കിൽ അത് നടത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം, വീണ്ടും ഈ ഡേറ്റാനെ തിരിച്ച് ഡേറ്റാബേസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഈ ഡേറ്റനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റനെ ആക്സസ് ചെയ്യാനും ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിലുള്ള അപ്ഡേഷൻസും ഡിലീഷൻസും എല്ലാം പെർഫോം ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറേ ഈ ഡി ബി എം എസ് ലാംഗ്വേജസ് വെച്ചിട്ടാണ്. അപ്പം ഏതൊക്കെ ഡി ബി എം എസ് ലാംഗ്വേജസ് ആണുള്ളത്, ഏതൊക്കെ കൊറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഡേറ്റയിൽ അപ്ഡേഷൻസ് പെർഫോം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിയൽ വേൾഡിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. അതായത് നമ്മൾ എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ എടുത്താലും അത് ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷൻസിനെ റിട്രീവ് ചെയ്യണം. റിട്രീവ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും അപ്ഡേഷൻസ് നടത്താനെങ്കിൽ അത് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുപോയി വീണ്ടും ഡേറ്റാബേസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഡേറ്റേനെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡേറ്റാബേസ്. ആ ഡേറ്റാബേസിൽ വെച്ചിരിക്കുന്ന ഡേറ്റാസിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം ഒരു ഡേറ്റാബേസ് ഉണ്ടാവും, പ്ലസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവും. മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിന് നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ക്ലിയർ ആയോ? അപ്പം ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതിൻ്റെ സിലബസ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിക് കോൺസെപ്റ്റ്സ്, ഡേറ്റ എന്താണ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്, അതിനകത്ത് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ഡേറ്റാബേസിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെന്താ ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്ന ഡേറ്റാസ്, അതായത് സ്ട്രക്ചറാണോ, സെമി സ്ട്രക്ചറാണോ, അൺസ്ട്രക്ചർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ്, ഏതൊക്കെ ടൈപ്പ് ഡേറ്റയാണ് ഡേറ്റാബേസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക, പിന്നെന്താണ് ഡേറ്റാബേസിൻ്റെ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ സ്കീമ, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചർ, ഏത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ് ഡേറ്റാബേസ് ഫോളോ ചെയ്യുന്നത്, ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്ന മോഡൽസ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് മോഡലാണ്, ER മോഡലും എക്സ്റ്റെൻഡഡ് ER മോഡലും. ഓക്കെ, അപ്പം ER മോഡൽ എന്താണ്, ER മോഡലിൻ്റെ ബേസിക്, അതായത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ് ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്ന മോഡൽ. അപ്പം ആ മോഡലും അതിൻ്റെ കോൺസെപ്റ്റ്സും ആട്രിബ്യൂട്ട്സും അതിൻ്റെ കൺസ്ട്രെയിൻസും ഒക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡേറ്റാബേസ് എന്താണെന്ന് പഠിക്കണം, ഡേറ്റ എന്താണെന്ന് അറിയണം, ആ ഡേറ്റേനെ എങ്ങനെ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് അറിയണം. അതിനുശേഷം അതിനകത്ത് എങ്ങനെയാണ് ഡേറ്റാസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റാസ് യൂസ് ചെയ്യുന്നു എന്ന് പഠിക്കണം. അതിനുശേഷം ഏത് ആർക്കിടെക്ചറാണ് അത് ഫോളോ ചെയ്യുന്നതിന് പഠിക്കണം. അതിനുശേഷം അതിൻ്റെ ലാംഗ്വേജസ്, ഏതൊക്കെ ലാംഗ്വേജസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസിനെ ആക്സസ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് പഠിക്കുക. അതിനുശേഷം അതിൻ്റെ ബേസിക് ആർക്കിടെക്ചർ, ഒരു 3 ടയർ ആർക്കിടെക്ചർ ഉണ്ട്, ആർക്കിടെക്ചർ പഠിക്കുക. അതിനുശേഷം എന്ത് പഠിക്കണം, അതിനകത്ത് യൂസ് ചെയ്ത മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ, ER മോഡലും അതിൻ്റെ കൺസ്ട്രെയിൻസും. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് മൊഡ്യൂൾ ഫുള്ള് തിയറിയാണ്. ജസ്റ്റ് ഫിഗറും കാര്യങ്ങളും ഒക്കെ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് 15 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ എന്താണെന്നറിയാം. അപ്പം ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ DBMS എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ എന്താണെന്നറിയണം. ഡേറ്റ എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവർക്കും അറിയാം, കുറേ മീനിങ് ഫുള്ളായിട്ടുള്ള നോൺ ഫാക്ട്സ് അറിയാവുന്ന കുറേ മീനിങ് ഫുള്ളായിട്ടുള്ള സെറ്റ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റേനെയാണ് നമ്മൾ എന്തിൽ വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിലാണ് നമ്മൾ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ ഈ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡേറ്റേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഡേറ്റാബേസിൽ എന്തായിരിക്കും ഉള്ളത്, കുറേ
കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡേറ്റ ആയിരിക്കും നമ്മൾ എന്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് അപ്ഡേഷൻസും ഓപ്പറേഷൻസും എല്ലാം പെർഫോം ചെയ്യുന്നത്. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദ കളക്ഷൻ ഓഫ് ഇൻ്റർറിലേറ്റഡ് ഡേറ്റ ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാം ടു ആക്സസ് ദോസ് ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓഫ് ഇൻ്റർറിലേറ്റഡ് ഡേറ്റ. അതെവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും, ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ആ ഡേറ്റയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ്, ആ ഡേറ്റേനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസും ചേർന്നതാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ് പ്രോസസ്സിംഗ് ഓഫ് ഡിഫൈനിങ്, കൺസ്ട്രക്റ്റിംഗ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡേറ്റാബേസ്. ഡേറ്റാബേസിനെ ഷെയർ ചെയ്യാനും കൺസ്ട്രക്റ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും എല്ലാം എന്ത് വെച്ചുകൊണ്ട് പറ്റും, ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പം കളക്ഷൻ ഓഫ് ഇൻ്റർറിലേറ്റഡ് ഡേറ്റേനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റേനെ ആക്സസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡേറ്റാസിനെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഡേറ്റാബേസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്, ദ പ്രൈമറി ഗോൾ ഓഫ് ഡേറ്റാബേസ് ഈസ് ടു പ്രൊവൈഡ് എ വേ ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡേറ്റാബേസ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് ബോത്ത് കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ക്ലിയർ ആയോ? അപ്പം പ്രൈമറി ഗോൾ ഓഫ് DBMS എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവൈഡ് എ വേ ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡേറ്റാബേസ് ഇൻഫോർമേഷൻ. ഡേറ്റാബേസിലെ ഇൻഫോർമേഷൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും പറ്റും ഇനി കൺവീനിയൻ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. ഒരു കൺവീനിയൻറ്റും എഫിഷ്യൻറ്റും ആയിട്ടുള്ള രീതിയിൽ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസിനെ നമുക്ക്, അല്ലെങ്കിൽ ഡേറ്റാബേസിൽ ഇൻഫോർമേഷൻസിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റാബേസിൽ നിന്ന് ഇൻഫോർമേഷൻസിനെ റിട്രീവ് ചെയ്യാനും പറ്റുന്ന റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ്, ഡേറ്റാബേസ് സിസ്റ്റം ആർ ഡിസൈൻ ടു മാനേജ് ലാർജ് ബോഡീസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഒരു ഡേറ്റാബേസിൽ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഡേറ്റാസ് ആണോ ഉള്ളത്, അല്ല, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആയിരിക്കും നമ്മൾ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ കോളേജിലെ ഡേറ്റാബേസ് എടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, ഒത്തിരി ഡേറ്റാബേസ്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡേറ്റാബേസ് ഉണ്ടാവും. അതായത് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഡേറ്റാബേസിലായിരിക്കും. ഓക്കെ, ഇനി അതിനകത്തുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയൊരു വേറൊരു ഡേറ്റാബേസിലായിരിക്കും. പക്ഷേ ഈ രണ്ട് ഡേറ്റാബേസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്, രണ്ടിൻ്റെയും ഇൻഫോർമേഷൻസ് ഒരുമിച്ച് ഒരു കൊറി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഫോർമേഷൻസ് ഒരു കോളേജിൻ്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണോ, അല്ല, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആയിരിക്കും, റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താണ്, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് എൻഷുർ ചെയ്യണം, സേഫ്റ്റിയും എൻഷുർ ചെയ്യണം. അതായത് ഈ ഡേറ്റാബേസ് പല യൂസേഴ്സിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താണ്, നമ്മളുടെ ഇൻഫോർമേഷൻ ലീക്ക് ആവാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെക്യൂർ ആയിട്ടുള്ള മാനറിൽ വേണം ഇൻഫോർമേഷൻസിനെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട്. അതായത് ഇപ്പം നമ്മൾ കോളേജിൻ്റെ ഇൻഫോർമേഷൻസ് വേറൊരു കോളേജിന് അല്ലെങ്കിൽ വേറൊരാൾക്ക് നമുക്ക് ഡേറ്റാബേസ് വേറൊരാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റരുത്. നമ്മളുടെ ഡേറ്റാബേസ് അത്രയും സെക്യൂർ ആയിട്ടുള്ള മാനറിൽ വേണം ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട്. അപ്പം മോസ്റ്റ്ലി ഇതെന്താണ്, ഒരു സെക്യൂരിറ്റി ഇതിനകത്ത് എൻഷുർ ചെയ്യുന്നുണ്ട് ഡേറ്റാബേസിൽ. ഓക്കെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റേനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, അതായിരിക്കും ഡേറ്റാബേസിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി എന്താണ്, ഡേറ്റാബേസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഡേറ്റാബേസ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കവർ ആണ്, അതായത് ഓർ മിനി വേൾഡ്. ഡേറ്റാബേസ് റെപ്രസെൻറ്റ് സം ആസ്പെക്റ്റ് ഓഫ് റിയൽ വേൾഡ് change to mini world effect of a database. A database is a logical coherent collection of data with some inherent meaning. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റാസ് വെച്ചിട്ട് ഒരു വേൾഡ് തന്നെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസിൻ്റെ ഹ്യൂജ് കളക്ഷൻ ആയിരിക്കും ഇതിനകത്തുള്ളത്. ആ കളക്ഷനിലാണ് നമ്മൾ എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഡേറ്റാബേസും ഓരോ സ്പെസിഫിക് പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം കോളേജിൻ്റെ ഡേറ്റാബേസ് പോലെ ആയിരിക്കത്തില്ല ഒരു ഹോസ്പിറ്റലിൻ്റെ ഡേറ്റാബേസ്. രണ്ട് ഡിഫറെൻ്റ് ആണ്. രണ്ടും യൂസ് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഒരു സ്പെസിഫിക് ഫങ്ഷന് വേണ്ടിയിട്ട്
ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഡേറ്റാബേസ് ഈസ് എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ് പ്രോസസ് ഓഫ് ഡെഫനിങ്, കൺസ്ട്രക്റ്റിംഗ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, കൺസ്ട്രക്ട് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇതിനകത്തുള്ള ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡേറ്റാസിനെ കൺസ്ട്രക്ട് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെയാണ് ഈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമുക്ക് ഡേറ്റാബേസിനെ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെ എല്ലാം കുറേ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. പ്രോഗ്രാംസ് വെച്ചിട്ടാണല്ലോ നമ്മൾ സോഫ്റ്റ്വെയർസിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ക്വറീസ് വെച്ചിട്ടായിരിക്കും യൂസർ ഇതിനകത്ത് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂസർ ഒരു ഡേറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കണമെങ്കിൽ ഡേറ്റാബേസിൻ്റെ ലാംഗ്വേജ് ഉണ്ട് അല്ലെങ്കിൽ ക്വറീസ് ഉണ്ട്. ആ ക്വറീസ് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസർ ഡേറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ യൂസർ എഴുതുന്ന ക്വറീനെ എന്താക്കി മാറ്റണം, അതിൻ്റെ പ്രോഗ്രാംസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാംസിനെ ആ സോഫ്റ്റ്വെയറിലോട്ട് കൊടുത്തിട്ട് ആ സോഫ്റ്റ്വെയർ ആയിരിക്കും അതിൽ നിന്ന് ഡേറ്റാബേസിൽ നിന്ന് പോയി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ഡേറ്റാബേസ് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ ഡയഗ്രമാണിത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റാബേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പം ഇത്രയേ ഉള്ളൂ. എന്താണ് ഡേറ്റ, എന്താണ് ഡേറ്റാബേസ്, എന്താണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.